നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ ആരെയോ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. ആരെയാ നോക്കുന്നേ? മോനെ, രാവിലെ ക്ഷേത്രത്തിൽ പോയ വന്ദന ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നിട്ടില്ലാന്നോ? നേരം വെളുത്തപ്പോ പോയതല്ലേ അവള്? വിളിച്ചു ചോദിച്ചില്ലേ? ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചേച്ചി ഫോൺ എടുക്കുന്നില്ല. എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ മനോജ്. അച്ഛൻ സ്ഥലത്തുമില്ല. ഗസ്റ്റ് ഹൗസിൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. കല്യാണ പെണ്ണിന്റെ ചേച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞാല് അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ സഹോദരന്മാർക്ക് രണ്ടുപേർക്കും കൂടി ക്ഷേത്രത്തിൽ പോയി ഒന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? എവിടെ? അച്ഛനും അമ്മയും സഹോദരിയും പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയവരല്ല. പിന്നല്ലേ ക്ഷേത്രത്തിൽ പോയി അന്വേഷിക്കാൻ പോണേ? മിണ്ടരുത്. മനോജേ, ഏതായാലും അവള് വന്നിട്ട് പോവാം. ഇത്രയും നേരം അവൾ എവിടെ പോയി കിടക്കായിരുന്നു നമുക്ക് ചോദിക്കാലോ. നീ വാ. എന്റെ ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് വയ്യ. ഈശ്വരൻ, കൊച്ചിത് എവിടെ പോയി കിടക്കുന്നു? കഴിക്കുമോളെ? വേണ്ട, എനിക്ക് വന്ദനമ്മയെ കാണണം. വന്ദനമ്മ എവിടെ പോയതാ? വന്ദനാമ്മ ക്ഷേത്രത്തിൽ പോയിരിക്ക. ഇപ്പൊ വരും. മോളുടെ വർഷാന്റെ അല്ലേ തരുന്നത്? ആഹാരം കഴിക്ക്. കഴിക്കുമോളെ? വേണ്ട, വന്ദനമ്മ തന്നാലേ ഞാൻ കഴിക്കൂ. എനിക്ക് വന്ദനമ്മയെ കാണണം. കുറച്ച് കഴിക്കുമോളെ. വേണ്ട. എന്താ ഇത്? വന്ദനമ്മ വന്നോ? വന്നിട്ടില്ല, ഉടനെ വരും മോളെ. ഇനിയും വന്നില്ലേ? എന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് വന്ദനമ്മയും പോയോ? എനിക്ക് വന്ദനമ്മയെ കാണണം. തനിച്ചാക്കിയിട്ടില്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ മോളെ? മോളെ, വന്ദനാമ്മ നിനക്ക് വേണ്ടി വഴിപാട് കഴിപ്പിക്കാൻ ക്ഷേത്രത്തിൽ പോയിരിക്കല്ലേ? മോളുടെ പേരിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുമ്പോ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടാലേ ദേവീകോപം ഉണ്ടാവും മോളെ. ഉണ്ടായിക്കോട്ടെ, വന്ദനമ്മ തരാതെ നീ ഒന്നും കഴിക്കൂല. അയ്യോ, ദേവിയെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലേ മോളെ, പാപം കിട്ടും. എന്നെ പട്ടണിക്കിരുത്തിയിട്ട് വന്ദനമ്മയെ പിടിച്ചു വെച്ച ദേവിക്കും കിട്ടും പാവം. മോളെ, കല്യാണം കഴിഞ്ഞ് വർഷാന്റെ അങ്ങ് പോവും. ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കാതെ എന്നെ വേദനിപ്പിച്ച് വിടാനാണോ മോളുടെ ആഗ്രഹം? മോളുടെ ഈ പിടിവാശി വർഷാന്റിക്ക് വലിയ സങ്കടമായിരിക്ക. എന്നാ വർഷാനി പോയി വികരാംഗങ്ങളുമായി ഫോണിൽ സംസാരിക്ക്. സങ്കടമൊക്കെ മാറും. എന്നാലും ഞാൻ തരുന്ന ഭക്ഷണം കഴിക്കില്ലേ? ഇല്ല, വന്ദനമ്മ വന്നാലേ ഞാൻ വെള്ളം പോലും കുടിക്കൂ. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തോളാം. അവളുടെ പരാതി അന്വേഷണം ഒക്കെ ഇതോടെ തീർന്നു. സാർ സേഫായി. അവളെ പൂട്ടിയിരിക്കുക. അവളെ പൂട്ടിയോ? നല്ല മണിച്ചത്തായിട്ട് എന്നെ പൂട്ടിക്കൊള്ളാൻ പറ. കരിനായങ്ങളെ സ്വപ്നം കണ്ടുറങ്ങട്ടെ. ഇല്ലേ
ഉഗ്രവിഷമുള്ള പാമ്പുകളെ ഇറക്കി അവളുടെ മുന്നിലേക്ക് വിടാൻ പറ. അവറ്റകൾ അവളെ കൊത്തി 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 കൊല്ലട്ടെ. കുറുപ്പിനോടാണ് കളി. വന്ദന. മോനെ എന്താ അമ്മേ, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? മോനെ ഞങ്ങള് പിന്നെ രാഹുകാലം കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. രാഹുകാലം കഴിയാനോ? നല്ല കഥയായി. എന്റെ അമ്മേ, രാഹുകാലൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞങ്ങളിപ്പോ ഇറങ്ങും. മോൻ ഫോൺ വെച്ചേക്ക്. ശരി അമ്മേ. ഓക്കെ. ക്ഷേത്രത്തിലേക്ക് പോയ വന്ദനയെ കാണാനില്ലെന്ന് വിക്രമനോട് എങ്ങനെ പറയും? അഥവാ പറഞ്ഞാൽ തന്നെ ഈ സന്ദർഭത്തിൽ വിക്രമൻ എന്ത് ചെയ്യാൻ പറ്റും? ദേവി, ഭഗവതി, നീ വല്ലാതങ്ങ് പരീക്ഷിക്കല്ലേ. എന്നെ ഇപ്പോ വിക്രം വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ എത്രയെന്നാ പറഞ്ഞേ. കൃത്യനിഷ്ഠയുടെ കാര്യത്തില് പുള്ളിക്കാരൻ വളരെ സ്ട്രിക്റ്റാ. പോലീസിൽ കൊടുത്ത പരാതിയും വന്ദനിച്ചയെ കാണാത്തതും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ചേച്ചിയുടെ കല്യാണം അപകടം മൂലം നടക്കാതെ പോയെങ്കിൽ അനീതയുടെ കല്യാണം ചേച്ചിയെ കാണാത്തത് മൂലം മുടങ്ങുമെന്ന എന്റെ പേടി. എങ്ങനെയും കല്യാണം നടക്കാനുള്ള വഴി ആലോചിച്ചേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നതാ, അവളെ അഴിച്ചുവിടരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അവള് വലിയ മജിസ്ട്രേറ്റ് കളിച്ചിട്ട് വർഷയുടെ കല്യാണം മുടങ്ങാറായില്ലേ? നമുക്ക് പോകാനുള്ള വണ്ടി ഉടനെ അയക്കുമെന്ന വിക്രം പറഞ്ഞത്. വണ്ടി വന്നു കഴിഞ്ഞാലും ചേച്ചി എത്തിയില്ലെങ്കിൽ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗേ കാണുന്നുള്ളൂ. വന്ദനയെ കാണാനില്ല എന്നുള്ള വിവരം തൽക്കാലം നമുക്ക് വിക്രമിൽ നിന്ന് മറച്ചു വെക്കാം. എന്നിട്ട് ഹൽദി ചടങ്ങുകളൊക്കെ ആരംഭിക്കാം. എന്നിട്ടും വന്നില്ലെങ്കിൽ കൃത്യമായ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്തണം. അത് കഴിഞ്ഞിട്ടാവാം വന്ദനയെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടുപിടുത്തവും ഒക്കെ. എന്റെ വന്ദനേച്ചി ഇല്ലാതെ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു കല്യാണം എനിക്ക് വേണ്ട. മോളെ, എന്താ ഇവളിങ്ങനെ? അവള് ഫോൺ എടുക്കുന്നില്ല. മനോജ്, എനിക്ക് പേടിയാവുന്നടാ. അമ്മയ്ക്ക് പേടിയാവുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.